നീലേശ്വരം തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശ മഹോത്സവം 2028 നടത്താൻ തീരുമാനമായി. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലവും സുസജ്ജവുമായ സംഘാടക സമിതി രൂപീകരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ശൈവ വൈഷ്ണവ ചൈതന്യം ഒരുപോലെ പ്രസരിപ്പിക്കുന്ന അപൂർവം ആരാധനാലയങ്ങളിലൊന്നായ നീലേശ്വരം തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ 2028 നടത്താൻ ഉറപ്പിച്ച നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് വിപുലവും സുസജ്ജവുമായ സംഘാടക സമിതി രൂപീകരിച്ചത്. ക്ഷേത്രം അഗ്രശാലയിൽ ചേർന്ന സമിതി രൂപീകരണ യോഗം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. 1987 തളിയിലപ്പന്റെ കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞു വന്നത്. അതിനുശേഷം നടന്ന 91 അതിഗംഭീരമായിട്ടുള്ള നവീകരണ കലശം, അതിനുശേഷം 2009 നവീകരണ കലശം. അപ്പോ നമ്മളിപ്പോ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 91 നടന്ന പ്രകാരമുള്ള ആ കലശ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം കൊടുത്ത് 11 ദിവസത്തെ, അത് 26, 27 കഴിഞ്ഞ് 28 ആദ്യ ജനുവരി 15 ശേഷമുള്ള സമയം തരാമെന്നാണ്, കൊടുക്കാമെന്നാണ് ഞാൻ വിനോദിനോട് പറഞ്ഞത്. എല്ലാവരും നന്നായിട്ട് ഈ തളിയിലപ്പന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടുത്തെ 2 സ്റ്റാൻഡിക്കാര്, അവരെ കുറിച്ചും പറയാണ്ടിരിക്കാൻ കഴിയില്ല. ചടങ്ങിൽ KC മാനവർമ്മ രാജ അധ്യക്ഷനായി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ T രാജേഷ്, ഡോക്ടർ KCK രാജ, KV വിനോദ്, സുരേഷ് കൊക്കോട്ട്, KP ജയരാജൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതിയുടെ സാരഥികളായി KC മാനവർമ്മ രാജയെ ചെയർമാനായും, P കുഞ്ഞിരാമൻ നായരെ വർക്കിംഗ് ചെയർമാനായും, KV വിനോദിനെ ജനറൽ കൺവീനറായും, എക്സിക്യൂട്ടീവ് ഓഫീസർ T രാജേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ ഉപസമിതികളും രൂപീകരിച്ചു. സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങൾ, അയ്യപ്പ ഭജനമഠം, മുത്തപ്പന മടപ്പുര എന്നിവയുടെ പ്രതിനിധികളും ഇവിടങ്ങളിലെ മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും ഭക്തജനങ്ങളുമെല്ലാമായി 500ഓളം പേർ യോഗത്തിൽ സംബന്ധിച്ചു. ഏറ്റവും ഒടുവിലായി 2009 തളിയിൽ ക്ഷേത്രത്തിൽ ദ്രവ്യാവർത്തി സഹസ്ര കലശാഭിഷേകം നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് 16 സംവത്സരങ്ങൾ പിന്നിടുന്ന വേളയിലാണ് ക്ഷേത്രത്തിൽ അനിവാര്യവും അനുയോജ്യവുമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ബ്രഹ്മകലശ മഹോത്സവം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.